അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായിട്ട് ഇന്ത്യ വിവരിക്കോപ്പുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് വട്ടം ചരിത്ര വിവരിച്ച, ഒരുപാട് സ്ഥലങ്ങളിൽ ചരിത്ര വിവരിച്ച നബിയായിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് കഷ്ടപ്പെടുന്ന നബിയായിട്ട് ഉരുൽ അസ്മ ചെന്നിട്ട് 5 നബിമാരുണ്ട്. അങ്ങ് ഒരുപാട് ത്യാഗം സഹിച്ച നബിമാരായിട്ടുണ്ട്. അതിൽ മഹാനായ മൂസാ നബിയുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ഈ ബനു ഇസ്രായേലും ചൊല്ല ഈ ഒരു സമുദായത്തെ നേർത്തേർക്കു കൊണ്ടുപറകുവാനായി അധ്വാനിച്ച, മാത്രമല്ല തൗറാത്ത് എന്ന കിതാബ് നൽകപ്പെട്ട നബി, കലീമുല്ലാ എന്ന് പേര് കിട്ടിയ നബി, നേരിട്ട് അള്ളാഹുടെ ഫലക്ക പറഞ്ഞ നബി, ഇങ്ങനെ ചില പ്രത്യേകതകൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരു ചരിത്ര യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ചൊന്നു വെച്ചിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഇന്നലത്തെ ഞാൻ ക്ലാസ്സിൽ വിവരിച്ചത്. യൂസുഫ് നബിയും ഫാമിലിയും എവിടെയൊക്കെ ഷിഫ്റ്റ് ആയത്? ഈജിപ്ത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഫാമിലിയും പൂണെന്ന് സഹോദരന്മാരും അങ്ങ് ഈജിപ്തിൽ നിന്ന് അവിടെ താമസമാക്കിയത്. മഹാനായ യൂസുഫ് നബി ഈജിപ്തിലെ മന്ത്രിയായിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് യൂസുഫ് നബിയുടെ വഫാത്തിൽ പിന്നെ ഒരു 450 വർഷം കഴിഞ്ഞിൽ പിന്നെ ആയിട്ട് മൂസാ നബി പണ്ട്. അപ്പോൾ ആ ഫാമിലി യൂസുഫ് നബി അലൈഹി സ്വലാമുടെയും സഹോദരന്മാരെയും ഫാമിലി എല്ലാം എവിടെ ഉണ്ട്? ഈജിപ്തിലുണ്ട്. അപ്പോൾ എത്രയോ ആൾമാരുള്ളവർ അണ്ട് വലിയൊരു ഫാമിലിയായിട്ട്. അപ്പം ഈജിപ്തിൽ 2 കുടുംബമുണ്ട്. ഒന്ന് ഈജിപ്ത് റായത്താൻ അങ്ങ് കിബുറ്റിച്ചുള്ള, ഇങ്ങക്ക് ബനു ഇസ്രായേലും ചൊല്ല, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്തതി എന്നർത്ഥം. അപ്പൊ ഈജിപ്തിൽ 2 കുടുംബമായിട്ട് ഇവിടെ ഉള്ളത്. ഈ ഈജിപ്ത് ചൊല്ല റായത്തുക്ക് ഇപ്പൊ യൂസുഫ് നബിയുടെ ബാപ്പ യാക്കൂബ് നബി, അതിൽ ബാപ്പ ഇസ്ഹാഖ് നബി, അതിൽ ബാപ്പ ഇബ്രാഹിം നബി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നോർക്ക് കൂടെ ഈജിപ്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു സംഭവം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചൊല്ല അവിടെ ചെന്നിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പലക്ക ചൊന്നിട്ട് എന്തൊരു കൊണ്ടുതന്നെ എൻ്റെ സന്താനത്തിൽ ഒരാളുടെ പറയും, അയാളെ കൊണ്ടായിട്ട് ഈജിപ്തിലെ രാജാവ് ചാവുടെ എന്നുള്ളത്. ആ ഒരു പലക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം വർഷങ്ങൾക്ക് മുന്നിൽ ചൊന്നിട്ടുണ്ട്. അപ്പൊ യൂസുഫ് നബിയിൽ പിന്നെ സാധാരണ ഒരു 500 വർഷത്തോളായില്ലേ ഇബ്രാഹിം നബിയിൽ പിന്നെ. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ പിന്നെ ഒരു 450 വർഷം കലിയുമ്പായിട്ട് മൂസാ നബി ജനിക്കരുത്. ഇനി മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നതുമായി സംബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് പോകാം. അത് നീണ്ട ചരിത്രമായിട്ട് നമ്മൾ ഷോർട്ടായിട്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ ജനിക്കരുത്. അപ്പൊ ഈജിപ്തിൽ 2 ടീമുണ്ട്. ഒന്ന് കിബുത്തിങ്ങ, ഒന്ന് ബനു ഇസ്രായേൽ. ഈ അണ്ടത്തെ രാജാവായിട്ട് ഫിറഔൻ, ഈജിപ്തിലെ രാജാവ് ഫിറഔന് രാജാവായിട്ട് സമയത്ത് ഫിറഔൻ തൊട്ട് കണ്ടത്തെ ജോസ്യന്മാർ ചൊല്ലത് ഈ വർഷത്തുള്ള ഒരു കിടാവ് ജനിക്കുക. ആ കിടാവുടെ കയ്യിലായിട്ട് നിന്റെ അധികാരം പോണ്ടേ. അപ്പൊ അവനൊരു കിനാവ് കണ്ട് പേടിച്ചിട്ടാകുമ്പോ ആ കിനാവ് വ്യാഖ്യാനം കേട്ടിട്ടാകുമ്പോ ജോസ്യന്മാർ ചൊല്ലായിട്ട് ഈ വർഷത്തിൽ ബനു ഇസ്രായേൽ ചൊല്ല ആ ഫാമിലിയിൽ ഒരു കിടാവ് ജനിക്കൊണ്ട് ആ കിടാവുടെ കയ്യിലായിട്ട് നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ട അധികാരം പോണ്ടേ. അപ്പോൾ ഓനെന്താക്കട ബനു ഇസ്രായേലിൽപ്പെട്ട ആ വർഷത്തുള്ള എല്ലാ കർപ്പുഞ്ചുമാരെയും ടെസ്റ്റാക്കുവാട്ടിട്ട് അതിൽ ജനിക്കുന്നത് ആണിക്കിടാമെങ്കിൽ കൊന്നു കളഞ്ഞു. അപ്പം നിങ്ങൾ നോക്കറ 400 വർഷത്തിൽ ഈ ഫാമിലി ഈജിപ്തിലിരിക്കുമ്പോഴത്തോ അണ്ട് വന്ന ആ ഒരു യൂസുഫ് നബിയുടെ ഫാമിലി ഇണ്ട് ലാക്കിൽ മേൽ ആൾമാറുള്ളവരോടെ ഇതിൽപ്പെട്ട എല്ലാ കർപ്പുഞ്ചായിട്ട് പെത്തങ്ങളെ കിടാവ് ആണ് കണികൾ കൊല്ലിടെ. പക്ഷേ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനാക്കിയത് തടയുക ആരെ കൊണ്ട് സാധിക്കും? അപ്പോൾ ബനു ഇസ്രായേലിൽ ഒരു ലീഡർ, ഒരു നേതാവായിട്ട് ഇമ്രാൻ ചൊല്ല, അയാളെ പെഞ്ഞെ കർപ്പം ചെയ്തു. ഇതിങ്ങളെ ടെസ്റ്റുകോ ഇങ്ങോ ഒന്നും കൊന്തായിട്ടില്ല. ഈമ കിടാവിടെ പെത്തിട്ട് അള്ളാഹുടെ കുതിരത്തായിട്ടില്ല. അപ്പൊ ഈമ പെത്തിട്ടാകുമ്പോഴത്തേക്ക് ഈ കിടാവിടെ പിന്നെ അണ്ട് ടെസ്റ്റ് പോലീസുമാർ അപ്പം റൈഡാക്കിടാറ്. അപ്പോൾ ഉമ്മക്കൊരു പേടി കിടാവ് കണ്ടുപോകും എന്നുള്ള. ആ സമയത്ത് അള്ളാഹു തആല മൂസാ നബിയുടെ ഉമ്മയുടെ കൽബ് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത
ചുമ പേടിച്ചാൻ കണ്ടെങ്കിൽ കിടാവിടെ ഒരു പെട്ടിയിലാക്കി ആ പെട്ടിയിലെ നൈൽ നദിക്ക് ഇട്ടുപൊട്ടു. അങ്ങനെ ആയിട്ട് മൂസാ നബി അലൈഹി സ്വലാമുടെ ഉമ്മ പെട്ടിയിലാക്കി ലാസ്റ്റ് പേടിച്ചിട്ടാകുമ്പോഴത്തേക്ക് ഈ കിടാവിടെ പെട്ടിയിലാക്കി നൈൽ നദിക്ക് ഇട്ടു. ഈ പെട്ടി ഇങ്ങനെ പൊലൽ ഒഴുകിക്കൊണ്ട് പോകണം. അപ്പോൾ ഈമടെ മോളുണ്ട് വലിയ തെല്ല് ആ മോളിട്ടിച്ചുള്ള ആ പെട്ടി എവിടെ കൊണ്ടുവന്ന് പിറവത്തിൽ നോക്കിക്കൊണ്ട് പോകണം. അങ്ങനെ ആ പെട്ടി ഇങ്ങനെ ഒലുക്കി കീൽക്കൊണ്ടു. ആ പോകുമ്പോഴത്തായിട്ട് ഈ നൈൽ നദിയിൽ കീഴ്ഭാഗത്ത് ഫിറഔന്റെ പെൺമക്കൾ കുളിച്ചൊയ്യുന്നാറ്. അങ്ങക്കുള്ളതായ രാജാക്കന്മാർക്കുള്ള സ്പെഷ്യൽ ജാഗയിൽ വന്ന് അങ്ങ് കുളിക്കും. ആ കുളിക്കുന്ന സമയത്തായിട്ട് ഈ പെട്ടി കണ്ടിട്ടാകുമ്പോൾ അതങ്ങ് എടുത്ത് നോക്കിക്കിടാവോ ചന്തത്തേക്കിടാവല്ലോ എടുത്തിട്ട് അവത്തു കൊണ്ടുപോയാറ്. അപ്പം ഇങ്ങനെ എന്തായിട്ട് വലിയ അതിലെന്തോ റാഹത്ത് പോലെയുള്ള കണ്ടെത്തും. ഫിറൗണ്ട് അവത്തു കൊണ്ടുപോയിട്ടാകുമ്പോൾ ആസിയ ബീവി ഫിറൗന്റെ പെഞ്ഞായിട്ട് അയിമ ഈ ബനു ഇസ്രായേലിൽപ്പെട്ട പെണ്ണുങ്ങൾ ഓൻ ബലത്കാരത്തായിട്ട് അയിമയുടെ മങ്ങലായില്ലേ. അപ്പോൾ ഓനുക്ക് പിന്നെ വേറെ പെഞ്ഞയുണ്ട്, അതിലുള്ള മക്കളായിട്ട് അത് പെൺമക്കളില്ലേ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈ കിടാവ് അതായത് തൊട്ട് ഈ പെട്ടിയിൽ കിട്ടിയ കിടാവിടെ കൊല്ലൊക്കെ ഭർത്തായിട്ടാകുമ്പോൾ ആസിയ ബീവിച്ചത് നിനക്ക് കിടാവില്ലല്ലേ, നിങ്ങൾക്ക് ബലത്തൊരു നിങ്ങൾക്കൊരു മോനായിട്ട് ബലത്ത. അങ്ങനെ ആയിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ആ ഫിറൗന്റെ കൊട്ടാരത്തിൽ ബലത്തൊക്കെ പേനായി അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ഈ കിടാവ് മുല കുടിക്കുന്ന കിടാവല്ലേ, ഈ മുലപ്പാൽ വേണ്ടേ. അപ്പോൾ കുറേ പ്രസവിച്ച പെണ്ണുങ്ങളെ വിളിച്ചാന്നിട്ട് നോക്കുമ്പോൾ ഈ കിടാവ് ആരും മുലപ്പാൽ കുടിക്കില്ല. അപ്പം ഈ ഉമ്മയുടെ മോള് പോട്ടെ ആ പെട്ടി തേടി നോക്കിക്കൊണ്ട് വന്ന മോളില്ലേ മൂസാ നബിയുടെ മൂത്തോളൂ, അത് ദൂരത്തെല്ലാം ഇതിനെ വീക്ഷണാക്കിക്കൊണ്ടുണ്ട്. അപ്പം ചെന്ന് ഈ കിടാവിടെ അവിടെ ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മടൊട്ട് ഏത് കിടാവും ഇണങ്ങട്, ഏത് കിടാവും മുട്ടാവും, അങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ട്. പിന്നെ അയിമടി നോക്കോറും അങ്ങനെ ആയിട്ട് അയിമടി വിൽപ്പാട്ടി മൂസാ നബിയുടെ ഉമ്മടി വിൽപ്പാട്ടിട്ടാകുമ്പോഴത്ത് മുലപ്പാൽ കൊടുക്കും. അപ്പോൾ വേഗ കിടാവ് പുൽപ്പുണിപ്പാട്ടിത്ത് മുലപ്പാൽ കുടിച്ചിട്ട് കുശിയത്ത് സന്തോഷമായിട്ട് അപ്പം മുലപ്പാൽ കൊടുക്കണം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഉമ്മ കയറ്റിക്കിട് ഉമ്മയുടെ ടീയെ ചൊന്നിട്ട് അള്ളാഹു താല ഏനെ ഫസ്റ്റിയെ അള്ളാഹു കൽബിൽ തോന്നിപ്പിച്ചു കൊടുത്തേറ്റിക്കിട് പേടിച്ചാൽ കണ്ടെങ്കിൽ ഏതാക്കുക പെട്ടിയിലാക്കി നെല്ലിനതിക്കിട് കിടാവിടെ നിങ്ങളെ കഴിക്കുക തൻ്റെ സ്വർണ്ണക്കുണ്ട്. അങ്ങനെ അപ്പോൾ സമ്പലത്താറുന്നുണ്ട് അയിമക്കെടുത്ത് അവത്താറ അങ്ങനെ സമ്പലം ഒഴുകൂടി എടുത്തുണ്ട്. മൂസാന് മോനക്ക് മുലപ്പാൽ കൊടുക്കലേ. അപ്പോൾ ഫിറൗന്റെ കൊല്ല കയറ്റിക്കിടെ ഈ കിടാവ് വലിയായിട്ട് പിന്നെ ഫിറൗണ്ട് കൊല്ലുന്ന മൂസാ നബിയുടെ കയ്യിൽ. അപ്പോൾ ഈ കിടാവ് ജനിക്കിടേക്ക് പോകാനായിട്ടിക്കിട് ഓൻ ഇത്തരമുള്ള മക്കളെ കൊന്നത്. അപ്പോൾ ഓൻ്റെ അധികാരത്തിമേ എടുക്കിടയ്ക്കത്തെ ഓൻ്റെ കൊല്ലിടയ്ക്കത്തെ കിടാവിടെ ഓനെ പൈസ കൊടുത്ത് മുലപ്പാൽ കൊടുത്തേക്ക് ഒരേ സമ്പൽ കൊടുത്തിട്ടാണ് വളർത്തും. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ വളർത്തിത്ത് ബലിയാക്കിത്ത്. അപ്പോൾ മൂസാ നബി ഫിറൗന്റെ കൊട്ടാരത്തിലെത്ത് 30 വർഷത്തോളം മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന്റെ കൊട്ടാരത്തിലെത്ത്. അപ്പോൾ ഉടനെ കിബുത്തി അതായത് 2 വിഭാഗമുണ്ട്, ഒന്ന് ഇസ്രായേലും ഒന്ന് കിബുത്തി. ഈ ഫിറൗൻ എന്താക്കുന്നത് ഈ കിബുത്തി ഇങ്ങനെ കഷ്ടം പറത്തില് ചെന്നിങ്ങ ഈ രാജ്യത്തങ്ങളെ വേറെ രാജ്യത്തും കൂടെ വന്നങ്ങ. അപ്പോൾ ഇങ്ങനെ കഷ്ടം പറത്തില് വലിയ വലിയ കല്ലിടെ സ്വറ അങ്ങനത്തെ ഇങ്ങനെ തല ഇങ്ങനെ കൊടുക്കണേ, ഇങ്ങനെ കൊണ്ട് കഷ്ടപ്പെടുത്തുക, ഇങ്ങനെ അങ്ങ് ഉപദ്രാക്കണേ, ഇങ്ങനെ ബുട്ടുബുട്ടില്ല ഉണ്ട് രാജ്യത്തെ പോണു, ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണമില്ല, ഇങ്ങനെ ഭയങ്കര ദ്രോഹാക്കടെ ഉപദ്രാക്കടെ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ ഫിറൗന്റെ കൊട്ടാരത്തിലല്ലേ രാജാവുടെ അവത്തിലല്ലേ മൂസാ നബി ബനു ഇസ്രായേലിൽ പെട്ടതെന്നിട്ട് ഇങ്ങക്ക് ബന്ധില്ല. അങ്ങനെ ഒരു നാൾ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഉച്ച നേരത്തെ ഇങ്ങനെ പറത്തിങ്ങനെ അണ്ട്. അപ്പോൾ ആ ടൈമിൽ ആറും മനുഷ്യന്മാർ പറത്തിയില്ല, അങ്ങനത്തെ ഒരു ടൈമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഇസ്രായേലിൻ്റെ അതായത് ഈ ബനു ഇസ്രായേൽ ടീമിൽപ്പെട്ട ഒരുത്തടെ ഒരു കിബുത്തി കഷ്ടം വരുത്തിക്കൊണ്ടുള്ള. അപ്പോൾ മൂസാ നബി ഫിറൗന്റെ ഔത്തിൽ കൊട്ടാരത്തിലേക്ക് ഇടാലല്ലേ. അപ്പോൾ ഈ ഇസ്രായേൽ എന്താക്കിയെത്താൻ മൂസാ നബിയുടെ സഹായത്തെ വിളിച്ചിട്ട് എന്നിട്ട് ഓനക്ക് ഉപദ്രാക്കിയുള്ളതാണ്. മൂസാ നബി മുഷ്ടി പിടിച്ചിട്ട് ഒരു കുത്തു കൊടുക്കലോടുകൂടെ അവൻ ചത്ത, ആ കിബുത്തി ചത്ത. നേരായിട്ട് മൂസാ നബി കൊല്ലൊക്കെ ഉദ്ദേശിച്ചില്ല, ഒന്ന് അവൻ്റെ പേടിപ്പാട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരേ ഒരു കുത്തു കൊണ്ടിട്ട് അവൻ ചത്തുകൊണ്ട്. അപ്പോൾ മൂസാ നബിക്കും ഈ ഇസ്രായേലിനും മാത്രമേ ഗൊന്തുള്ളേ ഈ സംഭവം. അപ്പം വേറെ ആരും ഇല്ല, ഒരു നട്ട ഉച്ച നേരം എല്ലാവരും ഉറങ്ങടെ ഒരു ടൈം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ചെന്ന് നീ ആരോട്ടും ചൊല്ലണ്ട,
ഞങ്ങൾ ജണ്ടാളും ജാಗೆ കാലേക്ക് പക്ഷേ ഈ കിബുത്തിൽ ഈ കൊന്നെ 6 അല്ല ആൾമാരുടെ ചർച്ച ഉണ്ട് 6 ഒത്തായിട്ടില്ല കൊന്ന ആൾ കിട്ടിയോണ്ടില്ല അങ്ങനെ പിറ്റേന്ന് മൂസാ നബി അലൈഹി സ്വലാം പോകുമ്പോൾ ഇതേ ഇസ്രായേൽ ഇന്നലെ ഒരു കിബുത്തിട്ട് ഗലട്ടായിക്കൊണ്ടില്ലേ അവന് പിറ്റേന്ന് ഒരു കിബുത്തിട്ട് ഗലട്ടായിക്കൊണ്ടല്ലോ അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിയുടെ പോകാൻ സഹായത്ത് വിളിച്ച അപ്പോൾ മൂസാ നബി ഈ കിബുത്തിന് എൻ്റെ കഷ്ടം വെറുത്തിട്ടുള്ള അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ ഇസ്രായേലിക്ക് ജോറാക്കിയത് ഇനി ഇന്നലും ഗലട്ടായിക്കൊണ്ടില്ല ഇന്നും ഗലട്ടായിക്കൊണ്ടില്ല അങ്ങനെ എങ്ങനെ വെച്ചാൽ ഓനൊരു ജോറാക്കിയിട്ട് അവന് കടിക്കോയി അവന് കടിക്കും കൈ ഇങ്ങനെ മുഷ്ടി പിടിക്കുമ്പോഴത്തേക്ക് ഈ ഇസ്രായേൽ എന്തിനെ പിടിച്ചോന്ന നക്കെ അടിക്കലേ ജോറാക്കിയിട്ട് ഓണക്കല്ലേ ഓൻ ചൊന്ന നീ ഇന്നലെ അവൻ്റെ കൊന്ന പോലെ ഇന്ന് നൻ്റെ കൊല്ലൊക്കെ നോക്കണേ മാട്ട് അപ്പം ഇപ്പുറത്തിന് കിബുത്തി ഊരേ വട്ടവാടിയ എന്തേ അപ്പം ഇന്നലെ കൊന്നതാറ് വേണ്ടി ഇപ്പം കൊന്നേക്ക് ആ കിബുത്തി ഓടിയ കിബുത്തി എന്ത് കൂടിയേ ഇത് കംപ്ലൈൻ്റ് ആക്കോ പോയിട്ട് വന്ന് ചൊന്ന ഇന്നലെ കിബുത്തിനെ കൊന്നത് കിബുത്തി ചെന്നെങ്കിൽ ഈജിപ്തിലെ റായത്തങ്ങ് കയറ്റിക്ക് കിബുത്തി ചൊല്ലേ ആ ഇന്നലെ കൊന്നത് മൂസയായിട്ടിക്കട് അപ്പം അവിടെ എന്താ രാജാവിടെ മുട്ട ചർച്ച അവിടെ രാജാവിടെ അവത്തലായിട്ടിക്കട് മൂസാ നബി വലിയേരി അപ്പോൾ രാജാവിടെ അവത്തലില്ല മൂസാ നബി അലൈഹി സ്വലാം അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അവിടെ ചർച്ച അവിടെ എൻ്റെ നബിയായിട്ടില്ല എൻ്റെ 30 വർഷമായിട്ട് മൂസാ നബിക്ക് അപ്പോൾ കൊന്നിരക്ക് ഇന്നലെ കിബുത്തിട്ട് കൊന്നത് മൂസ ആണ് ಅದೆಲ್ಲ ಫಲಕ್ಕಾಯಿಟ್ಟು ಅಪೆಂದ್ರಾಗಿದೆ അപ്പോൾ അങ്ങ് തീരുമാനിക്കാറുകൊണ്ട് കൊല്ലുവോ മൂസരെ കൊല്ലുവാണ്ട് ഈ ചർച്ചെല്ലാം ആവുമ്പോഴത്തേക്കിട്ട് ഇതിൽപ്പെട്ട ഇതെല്ലാം കാത് കൊടുത്ത ഒരാൾ മെല്ലെ ഓടി വന്നിട്ട് മൂസാ നബിയെ ടീച്ചറുണ്ട് അവിടെ കൊട്ടാരത്തിൽ നിങ്ങളെ കൊല്ലോണ്ട് തീരുമാനമായിട്ട് നിങ്ങൾ റായപ്പെടും മൂസാ നബി അലൈഹി സ്വലാം അവിടെ റായപ്പെട്ടു പോട്ടു അങ്ങനെ ഓടിയ മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്ത് വിട്ട് കുറേ ഓടി കുറേ അവിടെ തപ്പാട്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാം നടന്ന് വച്ചിട്ട് മദിയനും ചൊല്ല റായത്ത് എത്തും മദിയനും ചൊല്ല റായത്ത് എത്തിയിട്ടാകുമ്പോഴത്തേക്കും അവിടെ ഒരു തണ്ണിക്കിട ഒരു പ്ലേസ് അവിടെ കുറേ ആൾമാർ അങ്ങനെ മൃഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് നാടുകളെല്ലാം എടുത്ത് വന്നിട്ട് അവിടെ അതിൽ തണ്ണിയെല്ലാം കുടിപ്പാട്ടിറക്കിയ പ്ലേസ് മൂസാ നബി അവിടെ എത്തിയത് അത് ഈജിപ്തിലെ ഈ രാജാവുടെ അധികാരത്തെ അപ്പുറത്തായിട്ട് ആറായി അപ്പോൾ കുറേ മൂസാ നബി ഓടി നടന്നിട്ടായിട്ട് എത്തിയത് വച്ചിട്ട് മൂസാ നബിക്ക് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്കും അവിടെ ഈ ആടുകളെ തന്നി കുടിപ്പാട്ടൊരു കൂട്ടത്തിൽ കുറേ ആൾമാരുടെ റഷായിട്ടുണ്ട് ആ സമയത്തായിട്ട് 2 പെൺമക്ക അങ്ങനെ ആടുങ്ങളെ നിപ്പാട്ടിട്ട് ദൂരെ നിന്നിട്ട് കാത്തോണ്ടുള്ള ചൊന്നി ഇങ്ങെല്ലാം പോണത് വേനായിട്ട് അങ്ങ് കാക്കറ് അവിടെ റഷായുണ്ട് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം കേൾത്തി എന്ത് നിങ്ങൾ എന്തോടെ നീണ്ടത് അപ്പം ഞങ്ങൾ അങ്ങനെ പോയാൽ പിന്നെ ഞങ്ങൾ ആടുങ്ങൾക്ക് തന്നി കൊടുക്കുക പോകും അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്താക്കി തന്നത് അവിടെ വലിയൊരു കല്ലുണ്ട് അതിനെ എടുത്ത് വയറ്റി അപ്പറിട്ടിട്ട് മൂസാ നബിക്ക് ഭയങ്കര താക്കത്തായിട്ടില്ല അതിരടിയിൽ തണ്ണിയുണ്ട് ആ തണ്ണിയിൽ കുടിപ്പാട്ടിട്ട് തന്നെയെല്ലാം കുടിപ്പാട്ടിയത് അപ്പം ഈ പെൺമക്ക ആടുക തന്നെയെല്ലാം കുടിപ്പാട്ടിയത് അങ്ങനെ ആട് പാട്ടിയിട്ട് അങ്ങനെ ഒത്തു പോയത് മൂസാ നബി അലൈഹി സ്വലാംക്കാണെങ്കിലോ കുറേ നാളായില്ല അവിടെ ഓടി രക്ഷപ്പെട്ടത് അപ്പം എന്തും തിന്നോക്കിയിട്ടില്ല അപ്പം മൂസാ നബി അലൈഹി സ്വലാം ചെന്നത് റബ്ബി ഇന്നി ലിമാ അൻസൽ തൈലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്തെങ്കിലും നക്കത്തിൽ തിന്നോക്കിട്ടേ എനിക്ക് ആവശ്യമുണ്ട് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഒരു മരത്തടി തെച്ചിത്ത് ഈ പെൺമക്ക ഔത്തുക്ക് പോയിട്ട് ആ ബാപ്പൊക്കെ എടുത്ത് എന്തേ പെൺമക്ക ಬೇಗ വന്നേ അപ്പം അങ്ങ് ചൊന്നത് ഒരു ബാലക്കാർ അവിടെ എടുത്ത് അയാൾ ഞങ്ങളെ എന്തേന്ന് കേൾത്ത് നിങ്ങൾ എന്തേ തന്നി കുടിപ്പാട്ടിലാൻ കേട്ടാം ഞങ്ങൾ ചൊന്നിട്ടാകുമ്പോൾ വലിയൊരു കല്ലിട വെച്ചിട്ട് അപ്പുറയിട്ടിട്ട് ഞങ്ങൾക്ക് തന്നി കുടിപ്പാട്ടുള്ള വ്യവസ്ഥ ആക്കി തന്നിട്ട് ആ നൈറ്റിക്കിട്ട് ഞങ്ങളെ ആടുങ്ങൾക്ക് ಬೇಗ തന്നി കുടിപ്പാട്ടിട്ട് ഞങ്ങൾ വന്നേ അപ്പം മൂസാ നബി അപ്പം അതാറ് ഈ പെൺമക്കളാറ് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ മദിയനും ചൊല്ല റായത്തിലായിട്ടിട്ട് ഷുഐബ് നബി ഉള്ളു അപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാമിക്ക് വയസ്സായിരുന്നു അപ്പോൾ ഈ ആട് ബൽച്ചാറോ ഇതാക്കൊല്ലായാലും തീരില്ല അത് കയറ്റിട്ട് ഈ പെൺമക്കൾ വന്നിട്ട് കുടിപ്പാട്ടിട്ട് കൊണ്ടുണ്ട് അപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാം ചൊന്ത് മോലട്ടിയ ഞങ്ങൾക്ക് ഒരു ഉപകാരമാക്കിയാളല്ല അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഒരു ഉപകാരമാക്കണ്ടേ പോയി ആളെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു മോള് വന്ന് ഷുഐബ് നബി അലൈഹി സ്വലാമിയുടെ മോള് വന്നിട്ട് മൂസാ നബിയെ വിളിക്കുന്നത് ഔത്തുക്ക് പറഞ്ഞുള്ള ബാപ്പ വിളിക്കുന്നത് അങ്ങനെ പോകുന്നു ഷുഐബ് നബി അലൈഹി സ്വലാം വിട്ടിട്ട് പലക്ക് പറയിട്ട് വിഷയമല്ല ചൊല്ലും അപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാം ചെന്ന് എന്നെ നിങ്ങൾ പേടിക്കൊണ്ടില്ല ഇവിടെ ഫിറാവുൻ്റെ അധികാരമൊന്നുമില്ല ഇത് ഈജിപ്തിലെ ബൗണ്ടറിയുടെ അപ്പുറത്തായിട്ടിരിക്കുന്നത് ഈ റായത്തിൽ ഫിറാവുൻ്റെ അധികാരമൊന്നുമില്ല നിങ്ങൾ പേടിക്കൊണ്ടില്ല
അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ തിന്നുകു സദ്യ ആഹാരം കൊടുക്കും മൂസാ നബി അലൈഹി ഇസ്ലാം തിന്നിട്ട് അവിടെ ദ്വാരം തിന്നല്ല എന്തെങ്കിലും നമുക്ക് തിന്നോ വേണം. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ഷുഐബ് നബി അലൈഹി ഇസ്ലാം പലക്ക് പറയും. ഷുഐബ് നബി അലൈഹി ഇസ്ലാം ചൊല്ലി എന്നാൽ അവിടെ നിൽക്കോ നൻ്റെ 2 പെൺമക്കളായിട്ടിട്ടത് അതിൽ നിന്ന് ഒത്തിരി നിങ്ങൾക്ക് ഞാൻ മഞ്ഞളാക്കി തന്നെ. പക്ഷേ നിങ്ങൾ മഹറായിട്ട് 8 വർഷം ആട് മേയ്ക്കണം, അല്ലെങ്കിൽ 10 വർഷം ആവുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഏറ്റെടുക്കുന്നത്. അങ്ങനെ അതിൽ ഒരു മോലെ സഫൂറാൻ ചൊല്ല മോലെ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം മഞ്ഞളാവും 10 വർഷം ആട് മേയ്ക്കണം. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം പെഞ്ഞയത്ത് മക്കയത്ത് കുടുംബയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങളെയും പിടിച്ചോണ്ട് ഈജിപ്തിക്ക് പണ്ട് 10 വർഷം അവിടെ നീണ്ടിട്ട്. അപ്പം എത്ര ഇത് 30 വർഷത്തോട് അവിടെ പോയി 10 വർഷം അവിടെ നീണ്ട് 40 വർഷമായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം പെഞ്ഞായിനെയും മക്കളെയും കൂട്ടിയോണ്ട് ഈജിപ്തിക്ക് പുറത്തേക്ക്. അപ്പോൾ കുറേ ആടുള്ള ബാപ്പ കൊടുത്തത്, ഒരു വടിയും കൊടുത്തത്. അത് മുന്നര കൊടുത്തതായിട്ട് ഷുഐബ് നബി അലൈഹി ഇസ്ലാം കൊടുത്തത്. അപ്പോൾ ഷുഐബ് നബി അലൈഹി ഇസ്ലാം അതൊരു ഷുഐബ് നബി അലൈഹി ഇസ്ലാമുക്ക് പാരമ്പര്യമായിട്ട് ബാപ്പയിൽ നിന്നോ നബിമാരിൽ നിന്നോ കിട്ടിയൊരു വടിയത്. അപ്പോൾ ആ വടി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുണ്ട്. ആടുങ്ങൾക്ക് ഇലകൾ പിന്നെ അടച്ചിട്ടിട്ട് കൊടുക്കുകയും പിന്നെ വടി കയ്യിൽ പിടിച്ച് നടക്കുകയും ഈ ആവശ്യത്തുള്ള ഉപകാരം അതൊക്കെയായിട്ട് വടി യൂസ് ആക്കുക. അപ്പോൾ ഈ വടിയും ഉണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പെഞ്ഞയുണ്ട്, മക്കളുണ്ട്, ഇങ്ങളെയും പിടിച്ചുകൊണ്ട് ആ ബണ്ട് ഈജിപ്ത് ബണ്ട്. അങ്ങനെ നടന്ന് അപ്പോൾ 4 കൊല്ലോളം നടക്കണല്ലേ. അവർ തെറുക്കെത്തിട്ടാകുമ്പോൾ ചിമ്മയത്ത് ജാവയത്ത് ഒരു പക്കത്ത് എത്തിട്ടാകുമ്പോൾ പിന്നെ ചിമ്മ കുത്തി ജാവ് ചലി തെറു കേൾക്കുക ആളില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം തെറു മിസ്സെയ്ത്ത് കേൾക്കുക അവരെ ആളെ കണ്ടുകൊണ്ടില്ല, മുട്ടത്തിൽ ആറുമില്ല, ചലിച്ച് വിറച്ചുകൊണ്ടുണ്ട്. അങ്ങനത്തെ ഒരു ജാവ്. അപ്പോൾ മൂസാ നബി ചെന്ന് പെഞ്ഞയും മക്കളോട്ട് നിങ്ങൾ ഇവിടെ നിൽക്കോ, ദൂരത്തിലൊരു വെളിച്ച കണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു തീ കത്തുവാട്ടിട്ട് എടുത്തോണ്ട് വേണ്ട, അതല്ലെങ്കിൽ അവിടെ തെറുവെങ്കിലും കേൾക്കണം. അപ്പോൾ ആൾമാർ ഉള്ളവരുണ്ട് കാണുക നിങ്ങൾ ഇവിടെ നിൽക്കോറുണ്ട്. അങ്ങനെ നിപ്പാട്ടിട്ട് ആ ദൂരത്തിൽ വെളിച്ച കണ്ട് ആ വെട്ടത്ത് പത്തി പറ്റ്. അങ്ങനെ പത്തി മുട്ടത്തി നോക്കുമ്പോൾ ഒരു മറത്തിലായിട്ട് ഈ വെളിച്ച കണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവിടെ എത്തിട്ടാകുമ്പോൾ യാ മൂസ ഇന്നി അന റബ്ബുക. മൂസാ നബി വിളിച്ചോല്ലേ മൂസ ഞാൻ അള്ളാഹു ആയിട്ടിക്കട അള്ളാഹുടെ ബലിയായിട്ടിക്കണ നീ കേൾക്കണേ. അപ്പം ഈ മറത്തിൽ നിന്ന് കേൾക്കണല്ല, മറത്തിൽ അവിടെ ഒരു വെളിച്ച കണ്ടില്ല. അത് മൂസാ നബി അവിടെ എത്തുകൊള്ള ഒരു കാറാണ്. അപ്പോൾ മൂസാ നബിക്ക് ഒരു ബിലി കേൾക്കണത് എവിടെയും കൊന്തല്ല, മേലമ്മ കീലമ്മ ബലത്രമ ഇടത്തരമ. അപ്പോൾ അള്ളാഹുടെ നേരിട്ടുള്ള ഫലക്കായിട്ടിക്കട് മൂസാ നബി കേൾക്കണേ. ഞാൻ അള്ളാഹു ആയിട്ടിക്കട് നിങ്ങളെ നബിയും റസൂലാക്കി ഞാൻ കടത്തിയിട്ടുള്ളേ, പോയിട്ട് ഫിറൗൻ്റെ മുട്ട പോകണം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചെന്ന് അള്ളാഹുടെ പലക്കറിയില്ലേ എന്നാൽ എനിക്ക് സപ്പോർട്ട് ആൾ വേണം, ഞാൻ അവിടെ ഒരാളെ കൊന്നിട്ടായിട്ടിക്കട് വന്നില്ലേ. അപ്പം എൻ്റെ കൊല്ലൊക്കെ ഭർത്തായിപ്പോൾ ഞാൻ റായപ്പെട്ട് വന്നില്ലേ. അപ്പം നൻ്റെ അങ്ങ് വേഗമൊന്നും പിടിക്കലേ. അപ്പം എനിക്ക് ഒരാൾ കൂടി വേണം. മാത്രമല്ല എൻ്റെ നാവലത്തിൽ പലക്കരത്തിലൊരു അടത്തടുണ്ട്. അതായത് അത് മൂസാ നബിക്ക് ചെറിയ കൊമ്പത്ത് ഒരു സംഭവം ഫിറൗൻ്റെ ഒത്തിരി വെച്ച് നടന്നതുണ്ട്. എന്തേ ഫിറൗൻ്റെ താടിനെ പിടിച്ചൊക്കെ വലിച്ചിട്ടുണ്ട്, എന്താ അടിച്ചിട്ടുണ്ട്, എന്തോ മൂസാ നബി ചെരിയിക്കിടാവോ. അപ്പോൾ കൊല്ലൊക്കെ ഭർത്തായിട്ടാകുമ്പോൾ ചെന്തേ അത് ബുദ്ധിയില്ലാത്തിക്കിട്ടാ മക്ക അങ്ങനെ ആക്കിയാറൊന്ന് നീ അങ്ങനെ ആക്കിയിടുന്നുണ്ട്. അപ്പോൾ അവന് ഗൊന്ത അവിടെ ഇല്ല നോക്കുവാൻ ചെന്നിട്ട് ഒരു പാത്രത്തിൽ ബംഗാറും ഒരു പാത്രത്തിൽ കണൽ കൊടുന്ന് വെച്ച. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലം ഈ കണലെടുത്ത് ഭയങ്കിട്ടിട്ടുണ്ടായിട്ടിട്ട് അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പലക്കത്തേക്ക് ഒരു വ്യക്തത കിട്ടിയോണ്ടില്ല എന്തുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമോട് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ഹൃദയ വിശാലമാക്കി തരണം, നിനക്ക് നല്ല വാക്ചാതുര്യമാണ്, നിൻ്റെ പലക്കെല്ലാം കറക്റ്റ് മനസ്സിലാവണം. അങ്ങനെ ആയിട്ട് മൂസാ നബി ദ്വാരക്കല്. മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലും നിനക്ക് സപ്പോർട്ട് ആള് വേണുണ്ട്. വജല്ലി അഹി ഹാറൂന. മൂസാ നബി അലൈഹി സ്വലാം ദ്വാരക്കണ് നിൻ്റെ സഹോദരൻ മൂസാ നബിയുടെ മൂത്തോനുണ്ട് ഹാറൂൻ നബിയെയും നിനക്ക് നബിയാക്കി കടത്തണോ. അപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതേ സ്പോട്ടിൽ മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ നബിയാക്കുക. അപ്പോൾ മൂസാ നബിയും ഹാറൂൻ നബിയും നബി അവിടെ ഒരേ ടൈമിലായിട്ടില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സാധാരണ ജിബ്രീൽ അലൈഹി സ്വലാമിടെ കടത്തി കൊടുത്തിട്ടായിട്ടിക്കല് നബിയും റസൂലാക്കടെ അങ്ങായിട്ടിക്കല് വഹി കൊടുന്നു കൊടുക്കടെ. മഹാനായ മൂസാ നബിക്ക് അള്ളാഹുടെ പലക്കെ നേരിട്ട് കേട്ടെ, അള്ളാഹുടെ എന്ത് എന്നുമല്ല, അള്ളാഹുക്ക് ജാഗ്യം വേണ്ടിട്ടല്ല, അള്ളാഹുടെ പലക്കെ നേരിട്ട് മൂസാ നബിക്ക് കേടുത്ത്
മൂസാ നബിയുടെ റസൂലാക്കിയിട്ട് മൂസാ നബിയുടെ അള്ളാഹു പലക്കറിഞ്ഞ് അതുകൊണ്ടായിട്ട് കലീമുള്ള പേര് മൂസാ നബിക്കുള്ളു. അതേ സമയത്ത് തന്നെ ഹാറൂൻ നബിയോട് എന്ത് ഈജിപ്തിലെടുത്ത് ഹാറൂൻ നബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോയി നുബുവത്തും റിസാലത്തും കൊടുക്കും. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ കൊണ്ട് സീത് ഈജിപ്റ്റിಗೆ പോകും. ഈ പെഞ്ഞമ്മക്കൂടെയും ബാക്കി അങ്ങ് പിന്നെ റിട്ടേൺ ഔത്തി എത്ര പിന്നെ അങ്ങ് മൂസാ നബി മുട്ട പണ്ടത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നേരെ ഈജിപ്റ്റ് വന്ന് ഹാറൂൻ നബിയെ പിടിക്കണം. ഹാറൂൻ നബിയും മൂസാ നബിയും ജണ്ടാലും കൂടിയിട്ട് ഫിറൗന്റെ കൊട്ടാരത്ത് കൊണ്ടു 10 വർഷം കഴിഞ്ഞിട്ടായിട്ട് പോകണ്ടേ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമുടെ അവിടെ പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന്റെ ഇസ്ലാമുക്ക് പിടിക്കുന്നത്. കൂലാലോ കൗലല്ലയ്യന ഫിറൗന്റെ മുട്ട പോയിട്ട് നിങ്ങൾ ജണ്ടാലും പലക്കറിയുള്ളൂ നല്ല സ്മൂത്തായിട്ട് പലക്കറിയുള്ളൂ. അങ്ങനെ ആയിട്ട് മൂസാ നബി അലൈഹി സ്വലാം കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പോയിട്ട് കാട്ടും. അപ്പോൾ മൂസാ നബിക്ക് അള്ളാഹു താല ഉടമേന്ദ്ര കൊടുക്കുക, 2 മൂജിസത്ത് കൊടുക്കണം പലക്കറിയുമ്പത്തേ. ഒമാത്തിൽ കബിയമീനിക്കയാ മൂസാ നബി നീല കയ്യിലെന്തരല്ലേ അത് ബടി എതെന്തരേക്ക് അത് ഞാൻ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ല അത് എൻ്റെ കയ്യിൽ ബടിയായിട്ടിട്ട് ഞാൻ ആടുങ്ങളെ ഇലെല്ലാം അടിച്ചിട്ട് നിലത്തിട്ട് കൊടുക്കണേ, ഞാൻ കുത്തിപ്പിടിച്ച് നടക്കണേ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിട്ട് അള്ളാഹ് ചൊല്ല ആ ബടി നിലത്ത് അപ്പോൾ അത് വലിയൊരു പാമ്പാവും. അതിന് പിടിക്കുക ചൊല്ലും. അപ്പോൾ പിടിക്കും. അപ്പോൾ അത് മുന്നത്തെ പോലെ ബടിയാവുള്ളൂ. ഇതൊരു മോജിസത്തായിട്ടിരിക്കും. അപ്പോൾ ഫിറൗന്റെ മുട്ട പോയിട്ട് ഞാൻ റസൂലും ചെന്ന് കാട്ടുക പ്രൂഫ് വേണ്ടി ആ പ്രൂഫായിട്ട് ഇവിടെ മോജിസത്തായിട്ട് അള്ളാഹു താല കൊടുത്തത്. രണ്ടാമത് മൂസാ നബിയിലേക്ക് അള്ളാഹ് ചൊന്നത് നിങ്ങളെ കൈയുണ്ടല്ലോ അതെടുത്തിട്ട് തൊക്കുരടിക്ക് വെച്ചിട്ട് എടുത്തു നോക്കുമ്പോൾ ഭയങ്കര പ്രകാശം. രണ്ടാമത് അവിടെ വെക്കുറും അപ്പം അത് പൊല്ലിത്ത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രകാശം ഇത് മൂസാ നബിക്ക് 2 മോജിസത്തായിട്ട് ഇവിടെ അള്ളാഹു പ്രധാനമായിട്ടും കൊടുത്തത്. അപ്പോൾ മൂസാ നബിയും ഹാറൂൻ നബിയും ഫിറൗന്റെ കൊട്ടാരത്തെത്തിയാണ്. ഫിറൗന്റെ ടീച്ചർന്നാറ് നീന് പടച്ചോനല്ല, നന്റെയും നിങ്ങളെയും സൃഷ്ടിച്ച എല്ലാത്തിനും സൃഷ്ടിച്ച യജമാനായ അള്ളാഹുണ്ട്, അവനൊരു ഇബാദത്തെടുക്കണം. ആ അള്ളാഹുടെ റസൂലായിട്ടിക്കടെ നാനും ഹാറൂൻ നബിയും. അപ്പോൾ ഫിറൗന് പ്രൂവ് ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് ബടി നിലത്തേക്കിട്ട് പാമ്പാക്കി കൊടുക്കണേ, കൈ തൊക്കരടിക്ക് വെച്ചിട്ട് ഇങ്ങനെ കാട്ടി കൊടുക്കണേ. അപ്പം അങ്ങ് ചൊന്നാൽ ഇത് നീ മാട്ടാക്കി കാട്ടി കൊടുക്കടേ, ഇത് മാട്ട മന്ത്രല്ലാക്കടങ്ങ് ഇങ്ങനെല്ലാം ആക്കുന്നത്. അപ്പോൾ അതിനെങ്കിൽ നിന്റെ മാറ്റത്തെ തങ്ങളെ ബലിപ്പാട്ട് നീ മാട്ട മന്ത്രാക്കട അങ്ങനെ നോക്കുക. അങ്ങനെ ഒരു സ്പർദ്ധയായിട്ട് നടക്കുന്നത് വലിയൊരു ഗ്രൗണ്ടിൽ 10 മാട്ട മന്ത്രാക്കടങ്ങ. ഇപ്പുറത്ത് മൂസാ നബിയും ഹാറൂൻ നബിയും അങ്ങനെ 2 ടീമോടെ കൂട്ടും. അപ്പോൾ വലിയൊരു സ്പർദ്ധ, 6 വിന്ന അവിടെ എന്നുള്ള. ആ സമയത്തായിട്ട് ഈ എതിർപക്ഷത്ത് മൂസാ നബിയുടെ എതിർപക്ഷത്ത് മാട്ടമന്ത്രാക്കടങ്ങളുള്ളു. അങ്ങും ബനു ഇസ്രായേലിൽ പെട്ടങ്ങനെ. അപ്പം അങ്ങ് കേൾക്കണത് മൂസാ നബി വെട്ടിയെ ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങണം അല്ല നീ തുടങ്ങടേ. അതൊരു പിന്നെ പ്രതിപക്ഷ മര്യാദ ഒന്നുണ്ട്, ബഹുമാനം വെച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ബഹുമാനം അങ്ങ് വെച്ചു കൊടുത്തത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം നീങ്ങിയിട്ട് ഓർമ്മ അങ്ങ് വള്ളി ബടി ഇതെല്ലാം നിലത്തിട്ടിട്ട് മനുഷ്യന്മാരെ കണ്ണ് കല്ലൊരു പാമ്പ് പോലെ ഒരു ജാതു പോലെ മാട്ടമന്ത്രത്തിൽ അങ്ങനെ കാട്ടിക്കൊടുത്തു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ബടി നിലത്തിട്ട് ഇത് വലിയ പാമ്പായിട്ട് അതിലെല്ലാം കൊത്തിപ്പിടിച്ച് തിന്നിട്ട്. അപ്പം അങ്ങ് വന്നായിട്ട് നങ്ങ ആക്കിയത് ആൾമാരെതിരിൽ മാട്ടമന്ത്രമായിട്ട് ആൾമാരെ കണ്ണുക അങ്ങനെ കണ്ട മാത്രം യഥാർത്ഥ ഇല്ല. ഇത് മാട്ടമന്ത്രം അല്ല, അത് എന്തോ ഒരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് ആറുക ഈ മാട്ടമന്ത്രാക്ക് വന്ന് 7 ആൾമാർ. ഈ 7 ആളുമാറുമ്പോൾ അപ്പമേ സുജൂതിട്ട് ചൊന്നാൽ മൂസാ നബിയുടെ പടച്ചോണ്ടെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചാൽ അങ്ങൊക്കെ ഇസ്ലാം സ്വീകരിച്ചാൽ. അപ്പം അങ്ങക്ക് ഈമാൻ കിട്ടുക. അങ്ങ് അപ്പം മൂസാ നബിയുടെ കൊണ്ട് വിശ്വസിക്കലോട് കൂടെ മൂസാ നബിയുടെ സ്വഹാബിയായിറങ്ങാം. ഒരു നിമിഷം കൊണ്ട് അങ്ങ് വലിയ സ്ഥാനത്ത് കയറ്റിക്കലെത്രേ, വലിയ ഒലിയാക്കന്മാരെ പദവി കയറ്റിക്കലെത്രേ. ഇതൊക്കെയുള്ള ഒരു കാരണം പ്രതിപക്ഷം അറിയാതെ വെച്ചത് കൊണ്ടായിട്ട് പെട്ടെന്ന് അങ്ങനെ ഉള്ള കാരണം മൂസാ നബിയുടെ ഒട്ടികം അങ്ങ് ആ സ്പർദ്ധയുടെ ടൈമിൽ എതിർപക്ഷത്ത് മൂസാ നബി ആണെങ്കിൽ ഒരു ബഹുമാനം അങ്ങ് വെച്ചു കൊടുത്തത്. ഞങ്ങൾ ഇടണല്ല നിങ്ങൾ തുടങ്ങിടാറാണ്. അങ്ങനെ അങ്ങ് എന്താക്കിയത് മൂസാ നബിയെ കൊണ്ട് വിശ്വാസം. അപ്പോൾ ഫിറോൻ കർഷകത്ത് ഇതെല്ലാം നിങ്ങൾ ഒത്തുകളിയായിട്ടിട്ട് നിങ്ങളെല്ലാം മാട്ട പഠിപ്പാറ്റിനെ ഓണം ചൊന്ന് മൂസാ നബിയെ കുറിച്ച് അങ്ങനെ കുറേ ശിക്ഷ കഷ്ടമല്ല ബനു ഇസ്രായേൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഫിറോൻ അപ്പുറം പൊട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം പൊരുതിത്ത് ഇസ്ലാം വിളിച്ചിട്ട് ദീൻ ചൊന്ന് കൊടുത്തിട്ട് 30 വർഷത്തോളം ഫൈറ്റായി. ലാസ്റ്റ് അങ്ങ് ഒരിക്കലും നല്ലാവില്ല കണ്ടിട്ടാകുമ്പോൾ ഇങ്ങനെ കഷ്ടം അനുഭവിക്കേണ്ടി യാറും വന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ ഈജിപ്തിലെ റായത്തിൽ നിന്നും ബനു ഇസ്രായേലിൻ്റെ ടീമുടെ വിളിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു.
അവിടെ പറത്തോടെ ಜಾವು ಹಿಂಗೆ ಪರ್ತೋಡೆ ಹಿಂಗೆ ಆರು ಗೊಂತಾಕಂటే ಹಿಂಗೆ ಗುಟ್ಟಲು ಬಿಸಿ ಹಾಕ್ಯಾರ ನಂಗೆ ಜಿಂಡಿ ಜಾವು ನಂಗೆ ರಾಯ ಬಿಡೋಣ അപ്പോൾ ಹಿಂಗೆಲ್ಲ റെഡിയായിട്ട് ജാവ് റെഡിയായത് എല്ലാവരും മറങ്ങി കിടക്കുന്ന നേരത്തെ ഈ ബനു ഇസ്രായേൽ അങ്ങനെ പുറത്തായിട്ട് ആ ഈജിപ്തിലെ റായെ വിട്ടിട്ട് വന്നത് സുബയായി നോക്കുമ്പോഴത്തേക്ക് ഈ ഫിറാവുനും കൂട്ടറും സുബയ്ക്കണിച്ച് നോക്കുമ്പോൾ ഒറ്റ ഒരു ഇസ്രായേലിൻ്റെ കാണില്ല ഇങ്ങനെ റായ വിട്ടത് അപ്പോൾ പോലീസിനെല്ലാം വിളിച്ച് മിലിറ്ററിയെല്ലാം വിളിച്ച് റെഡിയാക്കിയിട്ട് അങ്ങനെ പിടിക്കണം ചെന്ന് ഇങ്ങനെ പിറവത്തെ അങ്ങ് പിടിക്കോപേനായി പണ്ടത് അങ്ങനെ അങ്ങ് വന്ന് നോക്കുമ്പോഴത്തേക്ക് എതിരിൽ ഈ ബനു ഇസ്രായേൽ ടീമിനെ കണ്ടു ഇങ്ങനെ പിറവത്തെ എത്തിയത് മൂസാ നബിയും ഇങ്ങും കൂടി എത്തിയവരും ഏത് കടലിറങ്ങിയായിട്ടിക്കടെ എത്തിയത് ചെങ്കടലും ചൊല്ല കടൽ അല്ല നൈൽ നദിയോ ചെങ്കടലും ടൈറ്റിക്കട് പിന്നെ പണ്ഡിതന്മാരൊക്കെ വിവരിച്ചവിടെ കണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എവിടെ എന്നുള്ളത് അങ്ങനെ എത്തിയത് അപ്പോൾ വലിയ തണ്ണിയുള്ള ഒരു പ്ലേസ് എതിരിലാണെങ്കിലോ തണ്ണി പിറവത്തിലാണെങ്കിലോ ഫിറൗന്റെ കൂട്ടർ ഇന്നാല മുതുറക്കൂവും ബനു ഇസ്രായേലിന്റെ അങ്ങ് ചെന്നാൽ മൂസാ നബി എന്താ ഞങ്ങളെ പിടിക്കും എത്തിയത് മൂസാ നബി ഒന്ന് പേടിക്കണ്ട ഞങ്ങളുടെ അടുത്ത് അള്ളാഹുല്ല ഞങ്ങളൊട്ട് അള്ളാഹുടെ സഹായമുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് അള്ളാഹു വഹി ഇറക്കിയ ആ ബടി കൊണ്ടിട്ട് കടൽ കടിക്കറു അടിച്ചിട്ടാകുമ്പോഴത്തേക്ക് ജണ്ട് ഭാഗമായിട്ട് വടഞ്ഞ റോഡായിട്ട് അങ്ങനെ അത് പിളർന്ന് നീന്തെത്തും അപ്പോൾ ബനു ഇസ്രായേലും മൂസാ നബി ഇതിൽ പോയാൽ ഇങ്ങനെ സാധാരണ നടന്നിട്ട് അപ്പുറം എത്തിരാറ് ഫിറൗനും കൂട്ടർ കരക്കെത്തുമ്പോഴത്തെ ഇങ്ങനെ അപ്പുറം സാധാരണ എത്തിയിട്ടായിരുന്നു അപ്പം ആ തെരു കണ്ടിട്ട് ഫിറൗനും കൂട്ടറും ഇതിലൂടെ കൂടെ പോയാൽ പോയിട്ടാകുമ്പോഴത്തേക്ക് അങ്ങ് പോയാൽ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് എത്തി ഇങ്ങനെ നടുക്കെത്തുമ്പോഴത്തേക്ക് കടലിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അപ്പുറത്ത് ഇപ്പുറത്ത് കൂട്ടിയ തന്നിൽ അങ്ങനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മുക്കിക്കൊന്നു ഫിറൗന്റെയും കൂട്ടരെയും അള്ളാഹു മുക്കിക്കൊന്നു മൂസാ നബിയും പിന്നെ അനുയായികളും അപ്പുറത്ത് വേറൊരായത്ത് എത്തി അങ്ങനെ രക്ഷപ്പെട്ടത് അപ്പുറത്ത് പിന്നൊരു എത്തിക്കടെ എത്രയും അപ്പം ഇങ്ങനെ അള്ളാഹു താല നശിപ്പിച്ച മൂസാ നബി അലൈഹി സ്വലാമുടെയും ബനു ഇസ്രായേലിൻ്റെയും അള്ളാഹു രക്ഷപ്പെടുത്തി അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെയും കൂട്ടിക്കൊണ്ട് പറയുമ്പോൾ വന്നിട്ട് അപ്പുറത്തേക്ക് എത്തിയ ആ പിന്നറായത്തി എത്തിയിട്ടാകുമ്പോൾ ആ റായത്താൽമാർ ഒരു മൂർത്തിനാക്കി വെച്ചേക്ക് പൂജയാക്കിക്കൊണ്ടുള്ളത് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമുടെ അനുയായിങ്ങ മൂസാ നബി ഇട്ട് ചൊല്ലേ മൂസാ നബി അങ്ങൊരു പടച്ചോൻ നിന്നതുപോലെ അങ്ങൊരു പടച്ചോണ്ടാക്കിയെത്താണ്ട് അതായത് മൂസാ നബി ബനു ഇസ്രായേലിൻ്റെ എല്ലാവർക്കും എത്ര കഷ്ടപ്പെട്ടു ഇത്രല്ല അജായിബും കുതിരത്തും മൂസാ നബിയിൽ നിന്ന് കണ്ടിട്ട് ഇത്രല്ല കഷ്ടം അനുഭവിച്ചിട്ട് ഇങ്ങനെ ഈ കടലിൻ്റെ അക്കരയ്ക്ക് എത്തിയിട്ടാൽ പിന്നെയും മൂസാ നബി ഇട്ട് ചൊല്ലേ ഞങ്ങൾക്ക് ഒരു വിഗ്രഹത്താക്കിത്താൻ അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അങ്ങ് ജോറാക്കിത്ത് അവിടെ ശരിയാക്കിത്താങ്ങല്ല ചുന്നു കൊടുത്തു അങ്ങനെ അങ്ങ് ആ പ്ലേസിൽ നിന്നാണ് പിന്നൊരു ഏരിയ റായത്ത് അപ്പോൾ ഹാറൂൻ നബി ഒട്ടുകൊണ്ട് ഹാറൂൻ നബിയും മൂസാ നബിയും ഒട്ടും അപ്പോൾ ബനു ഇസ്രായേൽ ചൊല്ല ഈ ടീമും ഒട്ടും അങ്ങനെ അങ്ങ് ഏരിയത്തിൽ നിന്നാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു താല ചൊന്ന തൗറാത്ത് എടുത്തുള്ളകുബേനായിട്ട് തൂരി സീനാൻ്റെ പർവ്വതത്തിൽ പറഞ്ഞു അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം എന്താക്കിട്ട് തൂരി സീന പർവ്വതത്തിൽ പോകുമ്പോഴത്തേക്ക് അത് കുറേ നാൾ കഴിഞ്ഞിട്ടായിട്ടിക്കട് വണ്ടി 30 നാൾ 40 നാൾ എത്ര ഗ്യാപ്പുണ്ട് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പോയിട്ടാകുമ്പോഴത്തേക്കും മൂസാ നബി എന്താക്കിയത് ഈ ബനു ഇസ്രായേലിൻ്റെ നോക്കിയാലും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചത് ഹാറൂൻ നബി ഒട്ടുക നബിയല്ല ഈ പോയ സമയത്തായിട്ടിക്കട് മൂസാ നബി അലൈഹി സ്വലാം പോയിട്ട് കുറേ നാളായിട്ട് 20 നാളായിട്ട് കാണ്ടില്ല അപ്പോൾ ബനു ഇസ്രായേലിൽപ്പെട്ട സാമീരിൻ്റെ പേര് അവൻ എന്തായിക്കൊന്ന അവനു ഇങ്ങ ಗುಡ್ಡ ರಾಯಪುರಂ ಈಜಿಪ್ತಿನ ರಾಯಪುರಂಬತ್ತುಗೋ ಈ ಕಿಬುತ್ತಿಂಗಲಿಡೆ ಕೊರಿಯ ಬಂಗಾರಲ್ಲಿ ಎಡ್ತೊಂಡಿಟ್ಟಿದ್ದಾರೆ ನಂಗೆ 4 ಮಂಜಳುಂಡು അങ്ങനുണ്ട് ചെന്നിട്ട് ಬಂಗಾರಲ್ಲಿ ಅಂಗಲಿ ಎಡ್ತೊಂಡಿಟ್ಟಿದ್ದಾರೆ ഇങ്ങനെ ചുമ ഉപദ്രാക്കിയതല്ലേ അപ്പോൾ ജാവ് ರಾಯಬುಡ್ಡ അങ്ങനത്തെല്ലാം ಅಂಗಲಿയിಡಲ್ಲ ತೆಲ್ಲ ವಸ್ತು ಅಲ್ಲಿ ಎಡ್ತೊಂಡ್ರು ഈ ಬಂಗಾರಲ್ಲಿ ഇങ്ങനെ കയ്യിലെത്ത് സാമീനിയും ചൊല്ല മനുഷ്യൻ എന്തായിക്കൊന്നുണ്ട് ಅಂಗಲಿയുടെ ആ ಬಂಗಾರಲ್ಲಿ എടുത്തോണ്ടിട്ടു അതിൽ നിന്നും അതിനെ ഉരുക്കിയിട്ട് അവർ പൈയുടെ റൂപ്പാക്കിയിട്ട് ഈ പൈയുടെ റൂപ്പത്ത് ഉൾഗത്ത് ഒരു പ്രത്യേക ഒരു മണ്ണ് അത് സാമിയുടെ കൈക്ക് കിട്ടിയിട്ടുണ്ട് ആ മണ്ണ് അതിലൊക്കെ വെച്ചിട്ട് ഓന് ഈ പൈയുടെ റൂപ്പാക്കി ഇപ്പം ഈ പൈ എന്തൊരു ജീമുള്ളൊരു പൈയുടെ പോലെ ഇങ്ങനെ തുള്ളിടെ കിക്കി ഉണ്ടാക്കിടെ ഇത് ಬಂಗಾರದ ഒന്ന് റൂപ്പാക്കി അതിൽ ഉൾഗത്ത് ഈ മണ്ണ് വെച്ചിട്ട് ഈ മണ്ണ് അതിനെങ്കിൽ അത് ഏത് ജിബ്രീൽ അലൈഹി ഇസ്ലാം കുതിര ഓടുവാട്ടിട്ടാകുമ്പോൾ
അതിലെ കാലിലെ അച്ചി പൂനവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു പുല്ല് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ സാമിരിക്ക് കണ്ടിട്ടുണ്ട് മുന്നോ. അപ്പോൾ ഓൻ അതിനെ കണ്ടിട്ട് ഇത് ഇന്ദ്രമോർ അത്ഭുതം ഉണ്ട്, അതിലെ മണ്ണോന്ന് എടുത്ത് വെച്ചോണ്ടിട്ടിരുന്നു. ആ മണ്ണായിട്ട് ഇക്കടെ ഇത് ഉൾഗത്തിട്ട് അപ്പം ഇത് കിക്കിണ്ടാക്കുന്ന ഒരു പൈ എപ്പോൾ രൂപത്തില അല്ലേ, അപ്പം ജീമിന്ന പോലെ. അപ്പം ഈ സാമിരി ബനു ഇസ്രായേൽ ഞങ്ങൾ വിളിച്ചിട്ടുന്ന മൂസാ നബി പടച്ചോണ്ട് എത്തിയടിയുണ്ടല്ലോ, ഇത് പടച്ചോണൂടെ, ഇത് പടച്ചോണോ. അപ്പോൾ ആറു നബി അലൈഹി സ്വലാം വിരോധിച്ചിട്ട് ആറു നബി അലൈഹി സ്വലാം നല്ല ചൊന്ന് അങ്ങ് കേട്ടില്ല, അങ്ങ് ഈക്ക് പൂജാക്ക് തെച്ചാർ, ഈ പൈക്ക് പശുക്കുട്ടി പൂജാക്ക് തെച്ചാർ. അവിടെ ആയിട്ട് പൈര് ഇതാക്കിക്കൊണ്ട് വേണ്ടേ അണ്ട് തുടങ്ങിയത്. അങ്ങനെ അങ്ങ് അതൊക്കെ പൂജാക്കി വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാം 44 കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം തുളസീന പർവ്വതത്ത് പോയിട്ട് അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആലയുടെ പലക്കരയണം ചെന്ന് അങ്ങനെ അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാമോ അല്ലെ മൂസാ നബിയെ സംബന്ധിച്ചുള്ള അള്ളാഹുടെ കാണണമെന്ന് അട്ടപ്പിടിച്ചാലായിരിക്കും മൂസാ നബി നക്കൊന്ന് നിന്റെ കാണാൻ അത് സാധ്യമല്ല. കാണണമെന്ന് ചെന്നിട്ടാകുമ്പോൾ എന്നാൽ എൻ്റെ പ്രകാശത്തിൽ നിന്ന് ചെറിയൊരു പ്രകാശം തുളസീന പർവ്വതത്തിൽ കിട്ടി തന്നെ ആ പർവ്വതം അവിടെ ഒഞ്ഞത്തിന് തന്നെ നിങ്ങൾക്ക് കാണാറുണ്ട്. അപ്പം ചെറിയൊരു പ്രകാശത്തോടെ ഇട്ട് കൊടുക്കുന്ന പർവ്വതമെല്ലാം പിടിപിടി ചെയ്തിട്ടുണ്ട്. മൂസാ നബി ബോധം കെട്ടുപോയിട്ട് തെളിഞ്ഞിട്ടാകുമ്പോൾ മൂസാ നബി പടച്ചോണ്ടിട്ട് പൊറുക്കലേക്ക് എടുത്തു. അപ്പോൾ മൂസാ നബിയിട്ട് അള്ളാഹു തആല ചൊന്നത്, നിങ്ങളെ ഞാൻ വലിയ ഉന്നത പദവി തന്നെ നിങ്ങൾക്ക് ശ്രേഷ്ഠമായൊരു പദവി തന്നെ. എന്നിട്ട് അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല മൂസാ നബിക്ക് ഇഞ്ചീൽ തൗറാത്ത് കൊടുത്തു, അതും എടുത്തു. തൗറാത്തിന് ഞങ്ങളുടെ നബിക്ക് ഖുർആൻ ഓതിക്കൊടുത്ത പോലെ കൊടുത്തതല്ല, തൗറാത്ത് എഴുതിയ പലക തന്നെയായിട്ടിക്കറ് മൂസാ നബിക്ക് നേരിട്ട് കൊടുത്തത്. അതും എടുത്തോണ്ടായിട്ടിക്കറ് മൂസാ നബി പണ്ടേ 44 കഴിഞ്ഞിട്ട് പണ്ടേ വന്ന് നോക്കുമ്പോഴത്തോ ഇങ്ങനെ ഈ പൈയുടെ റൂപ്പാക്കി അതൊക്കെ പൂജയാക്കിയിട്ടുള്ളത്. മൂസാ നബി കസവന്ത് ആറു നബി അലൈഹി സ്വലാമിയുടെ താടിൽ പിടിച്ചിട്ട്, ആറു നബിക്ക് വലിയ താടിന്ത്, ആറു നബി അലൈഹി സ്വലാമിയുടെ താടിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹിയതി ആറു നബി ചന്ത് നീൻ എൻ്റെ താടിനെ പിടിച്ച് വലിക്കണ്ട, നാനങ്ങലോട്ട് ചൊന്നര അങ്ങനെ എൻ്റെ പലക്ക് കേട്ടിട്ടില്ല. പിന്നെ നീ പറമ്പത്ത് കൊണ്ട് ഞാൻ ആളുമാറ് 2 ടീമായിട്ട് നിൽക്കുക വേണ്ട ചൊന്ന് നാനും പിന്നെ മുണ്ടാൻ തെച്ച ഞാനങ്ങനെ വിരോധിച്ചിട്ട് അങ്ങനെ എൻ്റെ പലക്ക് കേട്ടിട്ടില്ല ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ചൊന്ന്. അപ്പോൾ ഉണെന്താക്കിട്ട് ഈ പൈയുടെ റൂപ്പാക്കിയല്ല അതിൽ പൊലിച്ചിട്ട് അതിൽ വലിച്ചെറിഞ്ഞിട്ട് കടലുക വലിച്ചെറിഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ ചൊന്ന് സാമിയുടെ എടുത്ത് എന്തിന് നീ ഇങ്ങനെ ആക്കിയത് എന്നിട്ട് ചൊന്ന് അന്തപൂല മിസാസ് നീ കഷ്ട ദുനിയാവിലെ ആഖിറത്തിലും അനുഭവിക്കുക. എല്ലാത്തതും ഉണ്ടാക്കി കൊടുത്ത ആൾമാരെ തീർത്തപ്പാട്ടില്ല. നീ നിന്റെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂടുകയില്ല. നീ ചൊല്ലുകൊണ്ട് 2-6 മുട്ട പറണ്ടാണ്ട് അവനക്കൊരു സാപ്പായിട്ട് കിടന്ന് കിട്ടിയത്. പിന്നെ അങ്ങനെ തന്നെ ആയിട്ട് അവൻ 6 ഇല്ലാത്ത ജാഗ അവന് മുട്ടാറും പോണ്ടില്ല, അവൻ 6 മുട്ട പറകും പോണ്ടില്ല, അങ്ങനെ ആയിട്ട് അവൻ പോയാ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പിന്നെ ചൊന്നു കൊടുക്കുന്ന നല്ല തിരക്ക് കൊണ്ടുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പിന്നെയും അങ്ങനെ പ്രവർത്തിക്കണം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ആ സമുദായത്തെ നല്ലാക്കുവാനായിട്ട് പിന്നെയും നോക്കണം. അത് നീണ്ട ചരിത്രമായിട്ടിരിക്കുന്നത് അങ്ങനെ തന്നില്ലാണ്ട് മൂസാ നബി വെട്ടിയ ചൊന്നത്. അപ്പോൾ അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല ചൊന്ന അവിടെ കല്ലുണ്ടല്ലേ, ആ കല്ല് ഒരു ബടി കൊണ്ടടിക്കും. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിയുടെ കയ്യിലുള്ള ബടി കൊണ്ട് കല്ല് കടച്ചിട്ടാകുമ്പോൾ അത് 12 തോടായി പൊട്ടി വിളിക്കുന്നത്. അങ്ങ് 12 വലിയ വലിയ ഫാമിലിന്ന്. അപ്പം അങ്ങ് കുടിക്കൊത്തൊക്കെ തന്നിക്കെടുത്ത് ഇങ്ങനെ ഒരുപാട് മൂസാ നബി അലൈഹി സ്വലാം ഈ ബനു ഇസ്രായേൽ ചൊല്ലെ കൗമുക മുഅ്ജിസത്തിനെ കാട്ടിക്കൊടുത്തു ഹാറൂൻ നബി അലൈഹി സ്വലാമിന്. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ നേതൃത്വം കൊണ്ടുവരുമ്പോൾ ഒരുപാട് കഷ്ടം വന്ന നബിയായിട്ട്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം 120 വർഷം ജീവിച്ചിട്ടുണ്ടായിട്ട് ചരിത്രത്തിൽ കണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബി അലൈഹി സ്വലാമോ മൂത്തോണായിട്ട് ഒരേ ഉമ്മടെ മക്ക ഇങ്ങനെ ഉണ്ടായിരുന്നു. ഹാറൂൻ നബി അലൈഹി സ്വലാം വഫാത്തായിട്ട് കുറേ നാൾ കഴിഞ്ഞതിൽ പിന്നെ ആയിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം വഫാത്താവും. മൂസാ നബി അലൈഹി സ്വലാം വഫാത്താവുടെ അതിനെ സംബന്ധിച്ച ഹദീസിൽ കണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട്ട് മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കുന്ന മലക്ക് വന്ന്. അപ്പോൾ എന്തിനു വന്നിട്ട് റൂഹ് പിടിക്കുക വന്നിട്ടാകുമ്പോൾ ഒരടി അങ്ങ് അടിച്ചിട്ടാകുമ്പോൾ കണ്ണ് കടി പൊന്തു മലക്കുൽ മൗത്ത്. അപ്പോൾ പടച്ചോണ്ടിട്ട് പോയിട്ട് ആ മലക്ക് ചെന്ന് പടച്ചോനെ മരിക്കുക ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുവാനുണ്ട് കടത്തില്. അപ്പൊ ചെന്നെങ്കിലൂടെ 2 രീതിയിൽ നമുക്ക് ഒന്ന് ഈ വന്നത് മനുഷ്യരുടെ രൂപത്തിലായിട്ടിക്കുമയോ അതുകൊണ്ടായിട്ട് അങ്ങനെ അടിച്ചതുണ്ട്. അപ്പൊ അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല കണ്ണിടെ ആ മലക്ക് മടക്കി കൊടുത്തിട്ട് മലക്കിട്ട് ചെന്ന
എന്നാൽ അയാളിട്ടി ഒപ്പിട്ട് ചൊല്ലോർ എന്തിരെ നിങ്ങൾ ഒരു ബോരിയുടെ മേലെ ഒരു പൈയുടെ മേലെ കൈ വെക്കണം. കൈ വെക്കുമ്പോൾ ഈ കൈയുടെ അടിയിൽ എത്ര മുടി കിട്ടോ ഒരു മുടിക്ക് ഒരു വർഷത്തെ പോലെ നിങ്ങൾക്ക് ആയുസ് തണ്ട്. അങ്ങനെ ആ മലക്ക് മനുഷ്യൻ അപ്പം മൂസാ നബി അലൈഹി സ്വലാമിക്ക് എടുത്ത് എന്നാൽ അത്ര വർഷം കിട്ടിയെങ്കിൽ പിന്നെ മരിക്കണമേ. അപ്പം ഏതായാലും മരിക്കണത് മരിക്കണമേ ഇല്ലേ, എന്നാൽ പിന്നെ നമുക്കത് വേണ്ട മൂസാ നബി അലൈഹി സ്വലാം ചൊല്ല്. അപ്പം പിന്നെ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ല്, പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസ് ഒരു കല്ലെറിഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര ദൂരത്തുള്ള എൻ്റെ നിയത്ത് വാട്ടണം. അങ്ങനെ അവിടെ വെച്ചായിട്ട് മൂസാ നബി അലൈഹി സ്വലാം വഫാത്ത് അവിടെ. അപ്പോൾ ഒരുപാട് ത്യാഗം സഹിച്ച നബി ആയതുകൊണ്ടായിട്ട് ഒരുപാട് ചരിത്ര മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. അങ്ങനെ നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിറാജുമായി പറമ്പത്തും മഹാനായ മൂസാ നബിയുടെ 6ാമത്തെ ആകാശത്തിൽ വെച്ച് കണ്ടെത്തും ചൊന്നല്ലേ. മൂസാ നബി ചൊന്നല്ലേ, നിങ്ങളുടെ ഉമ്മത്തിങ്ങ 50 വക്ത് നിസ്കരിക്കൊത്തീറ. അങ്ങനെ കഷ്ടാവും 2 സമുദായത്തിനാണ് ഒരുപാട് കഷ്ടപ്പെട്ടവനായിട്ട് 3 വക്ത് നിസ്കരിപ്പാട്ടു. 50 വക്ത് സാധ്യമല്ല, കൊറടിയാക്കി ചൊല്ലുള്ളൂ. അങ്ങനെ ആയിട്ട് മൂസാ നബി ആ പറക്കം കേട്ട് ഞങ്ങളെ നബി റിട്ടേൺ പോണ്ടേ കൊറടിയാക്കലേ. അങ്ങനെ ഒലിമ്പോ പട്ട മൂസാ നബി അലൈഹി സ്വലാമിൽ നിന്നും അള്ളാഹുടെ മുട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീറാജ് ജാവ് പോയതുണ്ട്. അങ്ങനെ ചുരുക്കിയിട്ട് ലാസ്റ്റ് ഓരോരോ പോക്കിൽ 5 വക്ത് ചുരുക്കിയത്, ലാസ്റ്റ് 5 വക്തായിട്ട് ചുരുക്കിയത്. അപ്പുറം മൂസാ നബി ചെന്ന് 3 വക്തേനെ എൻ്റെ കൊണ്ട് സാധ്യമായിട്ടില്ല കൊറടിയാക്കി ചൊല്ലുള്ളൂ. അപ്പം ഈ മൂസാ നബി അലൈഹി സ്വലാം ഈ റിട്ടേൺ കടത്തിയതിൽ 2 വിഷയമുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ഈ നിസ്കാരത്തെ കൊറടിയാക്കുമല്ലേ. 2, മൂസ അള്ളാഹുടെ നേരിട്ട് കണ്ടത് ഞങ്ങളെ നബി മാത്രമായിട്ട് ആ നബിനെ കണ്ടതിനെ കാണുക എന്നതായിട്ട് മൂസാ നബിയുടെ ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഞങ്ങളെ നബിയെ കണ്ടിട്ടാകുമ്പോൾ 2ാമത് തിരിച്ചു പോയിട്ടാകുമ്പോൾ അള്ളാഹുടെ കണ്ടിട്ടായിട്ട് ഞങ്ങളെ നബിയെ കണ്ടേ. അപ്പോൾ അള്ളാഹുടെ കണ്ട ഞങ്ങളെ നബിനെ മൂസാ നബി കണ്ടേ. ഈ ഒരു ഉദ്ദേശം കൂടി മൂസാ നബി അലൈഹി സ്വലാമുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കലീമുല്ലാ നേരിട്ട് പറഞ്ഞ നബിയായിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുടെ കാണുന്നിട്ട് ഹഠപ്പിടിച്ച് കേട്ടിട്ട് അത് സാധ്യമല്ല, അള്ളാഹു തആല അറിയിച്ചതായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുടെ കാണുകയില്ല, ഭാഗ്യം കിട്ടില്ല. അപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഞങ്ങളെ നബി കണ്ടു. അത് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് ചൊല്ലുകാവില്ല. ഞങ്ങളെ നബി അള്ളാഹുടെ നേരിട്ട് കണ്ടാലായിട്ട് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുടോട്ട് നേരിട്ട് പറഞ്ഞത്. അപ്പം ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കണ്ട് പറഞ്ഞ ആളായിട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെ നബി ഏറ്റവും വലിയ സ്ഥാനത്തായിട്ടിരിക്കുന്നത്. അപ്പം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ചൊല്ലുകൊള്ള കാരണം ഞങ്ങളെ നബി ഇസ്ലാം ദീൻ ചൊന്ന കഷ്ടം വന്നത്. അപ്പം ഇതുപോലെ നബിമാർക്ക് കഷ്ടം വന്നത് എന്ന് അറിയിക്കുകയായിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമുക്ക് അത് ഓതി കൊടുക്കണേ. അതുപോലെ ഇന്നലെ ഞങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ചെന്നില്ല. ആ ചരിത്രം അങ്ങനെ തന്നെ ഏറ്റിക്കണേ. ഒരുപാട് ത്യാഗം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സഹിച്ചത്. അപ്പോൾ അതൊരു സന്തോഷത്തോടെ വിഷയിട്ടിക്കണേ. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു മനസ്സ് ഒരു സമാധാനാവുകയായിട്ട് ആ ചരിത്രം അള്ളാഹു ഓതി കൊടുത്തത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിലും സ്വാലിഹികളിലും പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.